mentalist and miracle buster. Fazil Bashir is here. അതെന്താന്ന് പറഞ്ഞപ്പോ ഒരു പുച്ഛം. Ghost buster. Miracle buster ഞാൻ ആദ്യമായിട്ടാണ്. എന്താണ് ഈ miracle buster? മീൻസ് അത് സൂപ്പർസ്റ്റിഷ്യസ് നമ്മൾ റിവീൽ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ആളുകൾ അത് നമ്മുടെ ട്രിക്സ്. ഇവിടെ എന്ത് എക്സ്പോസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്? എന്താണ് പ്ലാൻ? ഇല്ല, ഒന്നുമില്ല. നമ്മള് ആക്ച്വലി എൻ്റെ അടുത്ത് നമ്മുടെ സുഹൃത്താണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനൊന്ന് ഹിപ്നോട്ടിസം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു അളിയനെ നടക്കുന്ന കേസല്ല. ഞാൻ മനുഷ്യനല്ലോ, മനുഷ്യന്മാരെ ചെയ്യാൻ അല്ല, പറ്റില്ല. ധ്യാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതൊരു ബ്രെയിനിനെ കൺഫ്യൂസ് ചെയ്തിട്ട് ഒരു ട്രാൻസിലേക്കൊക്കെ പോകുന്നതാണെന്ന്. അത് അവൻ എപ്പോഴും ചെയ്യുന്ന അതെ, സംഭവം. അല്ല ഞാൻ പറഞ്ഞു ഞാൻ ഫുൾ ടൈം ട്രാൻസിലാണെന്ന് പറയുന്ന ആളാണ്. അപ്പൊ പറ്റില്ല. നമ്മൾ അതിന് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഞാൻ ചെറിയൊരു എന്നാലേ എന്നെ വെറുതെ ഇരുത്തരുത്. ഞാൻ guess ചെയ്യാം. ഇല്ല, ഞാനേ വേറെ പണി എടുത്തിട്ടുണ്ട്. ടഫ് ഒന്നുമില്ല, നോക്കാം, പേടിക്കണ്ട, പതുക്കെ പൊക്കോളും. ഇല്ലില്ല, ബ്രെയിനിൽ ഫ്ലവർ പോകുന്നതനുസരിച്ച് പൊക്കോളും. ഡിഫറെന്റ് ആയിട്ടുള്ള കുറേ കാർഡ്സ് എന്റെ കയ്യിൽ, ഡിഫറെന്റ് ആയിട്ടുള്ള കുറേ കാർഡ്സ്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള കുറേ കാർഡ്സ്. ഓക്കെ, ഞാനിതിങ്ങനെ 1 2 3 ഇങ്ങനെ എണ്ണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയാം. റെഡിയാണോ? എന്താ രൂക്ഷമായിട്ടിരിക്കണം, ഞാൻ വന്ന് പെട്ടിരിക്കണം ഇപ്പൊ രണ്ടുപേരുടെ അടുത്ത്. എന്താ പറയാ, മെന്റലുകളുടെ ഓക്കെ, ഞാനിങ്ങനെ 1 2 3 എണ്ണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയാം. ഓക്കെ, റെഡിയാണോ? എവിടെ വേണം സ്റ്റോപ്പ് എന്ന് പറയാം. ഓ, തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. ഓക്കെ, ശരി. ഓക്കെ, എന്തായാലും ഇപ്പൊ 2 ഓപ്ഷൻ തരാം. മീൻസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സമയത്ത് ഒരു കാർഡ് എന്റെ കയ്യിലേക്ക് പോകുന്നു, ഒരു കാർഡ് അവിടെ ഉണ്ട്. ഇതിൽ ഏത് വേണം നിനക്ക്? ഫസ്റ്റ്. ഇതൊന്നുമല്ല അവൻ സെലക്ട് ചെയ്തത്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തിരിക്കുന്നതേ അല്ല അവൻ സെലക്ട് ചെയ്തത്. അപ്പൊ പോട്ടെ, അവന് ഫസ്റ്റ് അത് തന്നെയാണ് വേണ്ടത്. അന്ന് അത് തന്നെ എടുത്തോന്നി. അത് എന്നെ കാണിക്കരുത്. ഓക്കെ, കാണിച്ചതാ. അങ്ങനെ എളുപ്പമാണ്, എനിക്കറിയാം. കണ്ടോ? അതല്ലേ നിന്റെ ക്യാമറയിൽ കാണിക്കണമല്ലോ, മാറ്റി പറയും. അത് നോക്കിക്കോളൂ, ഞാൻ തിരിഞ്ഞിരിക്കാം. ഇവിടെ ക്യാമറ എല്ലാ ക്യാമറയിലും കാണിച്ചോളൂ. എനിക്ക് കാണിച്ചാ അല്ല, ഹൈഡ് ചെയ്തോളൂ. ഇവന്റെ അടുത്ത് ചെയ്യാൻ പാടണം. കൃത്യമായിട്ടുള്ള ഇമാജിനേഷൻ നടത്തണം. ഇതൊന്നുമില്ല, ഈ സാധനം റിപ്പീറ്റ് മുഖത്തോട് നോക്കും. ഞാൻ ഇങ്ങോട്ട് തിരിയാ, കണ്ടുപിടിക്കോ? ഇല്ല, കണ്ണിക്കൂടെ ഞാൻ ഇങ്ങനെ തിരിയാ, കണ്ടുപിടിക്കും. കാര്യങ്ങളൊക്കെ അവനറിയാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ 2 കാർഡും അല്ല, 2 ഓപ്ഷൻ തന്നു. 3ാമത്തെ ഓപ്ഷനാണ് അവൻ എടുത്തത്. പറഞ്ഞതേ അല്ല അവനെടുത്തത്. നോ പ്രോബ്ലം. ആ കാർഡൊന്ന് റിപ്പീറ്റ് മനസ്സിലൊന്നും ഇങ്ങനെ ചിന്തിക്കുക. അതായത് ഇപ്പോൾ ആൽഫബറ്റ് ആണെന്നുണ്ടെങ്കിൽ A മുതൽ A ഉണ്ടാവും, Q ഉണ്ടാവും, J ഉണ്ടാവും, K ഉണ്ടാവും. അങ്ങനെയുള്ള അതാണെങ്കിൽ അതൊന്ന് മനസ്സിൽ എന്താണെന്ന് നോക്കാം. അല്ലെങ്കിൽ നമ്പേഴ്സ് ആണെങ്കിൽ 1 മുതൽ 9 വരെ ഉണ്ടാവും. അതിൽ ഏത് നമ്പേഴ്സാണ് അതിനകത്തുള്ളത്, അല്ലെങ്കിൽ ഏത് നമ്പറാണ് അതിലുള്ളതെന്ന് നോക്കാം. ആ കാർഡിന്റെ കളർ ഒന്ന് മനസ്സിൽ വിചാരിക്കാം. വിചാരിച്ചോ? അതിന്റെ ഷേപ്പ് കൃത്യമായിട്ട് മനസ്സിൽ വിചാരിക്കാം. അറിയാമോ? കാർഡിന്റെ പേരുകളും കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, ഇപ്പൊ മനസ്സിലുണ്ടല്ലോ കാർഡ്. ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. നിന്റെ കാര്യമായതുകൊണ്ട് എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ പറയാൻ ശ്രമിക്കാം. കിങ് ഓഫ് ഡയമണ്ട് ആണോ എടുത്തത്? കിങ് ഓഫ് ഡയമണ്ട് ആണോ? കിങ് ഓഫ് ഡയമണ്ടോ? അല്ല. ആണോ? അല്ല. അല്ല? അല്ല. ഷൂറാണോ? അതേ പറഞ്ഞു, ഇവന്റെ നടക്കൂല. നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, നീ മനുഷ്യനല്ല. അതെ, മെന്റലിസം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 100% ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇതുപോലുള്ള ആളുകളാണ് നീ കൃത്യമായിട്ടൊന്ന് മനസ്സിൽ വിചാരിക്കും. നീ കൃത്യമായിട്ട് കാർഡൊന്ന് മനസ്സിലാക്കുക. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണ്ട, ക്ലൂ ഒന്നും തരട്ടെ. എനിക്കിങ്ങനെ ബുദ്ധിമുട്ട്, മെന്റലിസ്റ്റുകാർ ഇത്ര കഷ്ടപ്പെടുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശരി, അപ്പൊ ഞാൻ പറഞ്ഞ കാർഡല്ല. അല്ല, ഷുവറാണ്. നമ്മളൊക്കെ കണ്ടതല്ലേ? എല്ലാവരും കണ്ടാണ്. ഓക്കെ, നിന്റെ കൈ ഒന്ന് തരാമോ? കൈ തരാ. ഇല്ല, നീ ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ച്. ഇവിടെ നിൽക്കുന്ന പേടിയാവുന്നില്ല, ടൈറ്റ് ചെയ്ത് പിടിച്ച്. ഓക്കെ, ഇനി ആ കാർഡൊന്ന് മനസ്സിൽ വിചാരിച്ചു, കൃത്യമായിട്ട് മനസ്സിൽ വിചാരിച്ചു. അത് തന്നെയാണോ നീ മനസ്സിൽ വിചാരിക്കുന്നത്? അത് തന്നെയാണ്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിൽ വിചാരിച്ചല്ലോ. ഓക്കെ, ഇനി കൈ എടുത്തോളൂ. ഇതായിരുന്നു കാർഡ്. ഇതായിരുന്നു കാർഡ്.
ഓ ഇപ്പോഴെങ്കിലും അളിയന്റെ മുഖത്ത് ഒരത്ഭുതം. ആദ്യം തെറ്റി. അല്ല അത് വെറുതെ ഓ, പറഞ്ഞാ മക്കള. തോന്നുന്നു. ഇനി വേറെ കയ്യിലുണ്ടെന്ന് പറയരുത്, വേറെ എന്താ എഴുതി വെച്ചിട്ട് പറയരുത്. എടാ, അത് അല്ല mentalist ചിലപ്പോ ഇല്ല, ഇവിടെ താഴെ വേറെ എഴുതി ഏയ്, വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു കൊടുക്ക്. എല്ലാ ഷർട്ട് വന്ന് കാണിച്ച് അവരെല്ലാം കിട്ടിയോ? ഓക്കെ, ആ കാർഡ് ഒന്ന് തരാം. ഒന്ന് അംഗീകരിച്ചു കൊടുക്ക്. ഇവൻ അംഗീകരിക്കില്ല. അവന് വിശ്വസിക്കാൻ പറ്റും. Not bad, huh? പക്ഷെ ആദ്യം തെറ്റില്ലേ? മെന്റലിസ്റ്റിന്റെ ഒരു വളരെ അവർ ചെയ്യുന്ന ഒരു സംഭവമാണ്. ആദ്യം ഒരെണ്ണം തെറ്റി പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഒരെണ്ണം തെറ്റി പറഞ്ഞ് നമ്മളെ കൺഫ്യൂസ് ചെയ്യും. അപ്പം നീ എന്തോ നിന്റെ എക്സ്പ്രഷൻ എന്തോ പ്രശ്നം പറ്റും. അപ്പം നിന്റെ ഫേസിൽ വരും 3 of clubs. അപ്പൊ അവന്റെ കയ്യിലത്ത് എങ്ങനെ വന്നു? നീയാണോ നിനക്ക് 2 ഓപ്ഷൻ ഞാൻ തന്നു. നീ വേറെ ഏതോ കാർഡാണ് എടുത്തത്. ഞാൻ പറഞ്ഞ കാർഡ് പോലും അല്ല നീ എടുത്തത്, ശരിയല്ലേ? എക്സ്പ്രഷൻ കാണാൻ നല്ല രസമുണ്ട്. കണ്ട് ഭയങ്കര സംഭവം ഞാനേ